MSC എൽസ 3 കപ്പലപകടത്തിൽ 1227.62 കോടി രൂപ കെട്ടിവെച്ച് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. തുക ബാങ്ക് ഗ്യാരണ്ടിയായി ഹൈക്കോടതിയിലാണ് കെട്ടിവെച്ചത്. ബാങ്ക് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ MSC അക്വിറ്റേറ്റ 2 കപ്പൽ വിട്ടയച്ചു. MSC എൽസ 3 കപ്പലപകടത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ അഡ്മിറാൽറ്റി സ്യൂട്ടിന്മേൽ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് 1227.62 കോടി രൂപ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കെട്ടിവെച്ചത്. നേരത്തെ പിടിച്ചുവെച്ചിരുന്ന MSC അക്വിറ്റേറ്റ 2 എന്ന കപ്പൽ ബാങ്ക് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ വിട്ടയച്ചു. അഡ്മിറാൽറ്റി സ്യൂട്ടിൽ വിധി അനുകൂലമായാൽ പലിശ തുകയടക്കമാണ് സംസ്ഥാനത്തിന് ലഭിക്കുക. ആകെ 9,531 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. അപകടത്തെ തുടർന്ന് എണ്ണച്ചോർച്ച, പരിസ്ഥിതി മലിനീകരണം, മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ച ഉപജീവനമാർഗ നഷ്ടം, കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്ന് പുറന്തള്ളിയ മാലിന്യം നീക്കം ചെയ്യൽ, പരിസ്ഥിതിക്ക് വിനാശകരമായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും കണ്ടെയ്നറുകളും സമുദ്ര പരിസ്ഥിതിക്ക് പ്രത്യാഘാതം സൃഷ്ടിച്ചു എന്നിങ്ങനെയായിരുന്നു സംസ്ഥാന സർക്കാർ വാദമായിട്ട് ചൂണ്ടിക്കാട്ടിയത്. സർക്കാർ ആവശ്യപ്പെട്ട തുക യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്നായിരുന്നു കപ്പൽ കമ്പനിയുടെ വാദം. 2025 മെയ് 24-നാണ് MSC എൽസ 3 ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ടത്. കേരള തീരത്തു നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു കപ്പലപകടം. ജനം, കൊച്ചി.